വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്കു ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. പരീക്ഷകളാൽ ശോധന ചെയ്യപ്പെടുന്ന യേശു. ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ പൂർത്തിയാക്കാനിരിക്കുന്ന ശ്രദ്ധേയമായ ഉത്തരവാദിത്വം വിജയപ്രദമായ രീതിയിൽ തന്റെ പുത്രൻ പൂർത്തിയാക്കാൻ ഇടവരുന്നതിനു വേണ്ടി പിതാവ് പുത്രനെ എല്ലാവിധത്തിലും സജ്ജമാക്കുന്നതിനു വേണ്ടി ആ പുത്രനെ പരീക്ഷകളിൽ കൂടെ തരണം ചെയ്യാനുള്ള ഒരു അവസരം പിതാവ് ഒരുക്കി കൊടുത്തതായിട്ട് വേണം യേശു മരുഭൂമിയിൽ അഭിമുഖീകരിക്കാൻ ഇടവന്ന ആ പരീക്ഷയെ നാം നോക്കിക്കാണേണ്ടത്. യേശുവിന്റെ മുമ്പിൽ സാധാരണ മനുഷ്യൻ വീണുപോകാവുന്ന ആ വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളെ ആയിരിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശുവിനെ സജ്ജമാക്കുന്നതായിട്ട് നാം ഇവിടെ കാണുക. മനുഷ്യന്റെ ബലഹീനതകള് ഏറ്റവും കൂടുതൽ തെളിഞ്ഞ് കാണാൻ ഇടവരുന്നതും ആ ബലഹീനതകളിൽപ്പെട്ട് മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ ഇടവരുന്നതുമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട തലങ്ങളെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അതിൽ ഒന്നാമത്തെ തലമായ മനുഷ്യന്റെ വിശപ്പിന്റെയും അതിനോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികളെയും അതിന്റെ തീവ്രതയിൽ തന്നെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. വിശക്കുന്ന മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിതി യേശു അനുഭവിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഒരുക്കുന്നു. യഥാർത്ഥത്തിൽ വിശക്കുന്ന യേശുവിന്റെ മുമ്പിൽ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള പ്രലോഭനങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ മനുഷ്യൻ സാമാന്യം വീണുപോകാവുന്ന സാഹചര്യമാണത്. മനുഷ്യൻ വീണുപോകാൻ ഇടവരുന്ന രണ്ടാമത്തെ രംഗം അധികാരത്തിന്റെയും സ്വാധീനത്തിൻ്റെതായിട്ടുള്ള തലങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സ്ഥിതിയിലേക്ക് താൻ ഉയർത്തപ്പെടാൻ പോകുന്നു. സ്വാധീനത്തിന്റെ കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത സ്ഥിതിയിലേക്ക് ഉള്ള സാഹചര്യം യേശുവിന്റെ മുമ്പിലേക്ക് നീട്ടപ്പെടുന്നു. മൂന്നാമത്തേതായിട്ടുള്ള രംഗം മനുഷ്യനെ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകാവുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷേമനായിട്ട് തീരുക, വലിയ ആളായിട്ട് തീരാനുള്ള ഒരു ആഗ്രഹം. അതിന് എന്ത് സാഹസികത കാണിച്ചുകൊണ്ട് പോലും ആ വലിയ ആളാകുന്നതിനുള്ള ഒരു പ്രവണത മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവണതകളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സാഹചര്യവും യേശുവിനെ അഭിമുഖീകരിക്കുകയാണ്.
വിശപ്പിന്റെ പ്രലോഭനങ്ങള്, അധികാരത്തിന്റെ പ്രലോഭനങ്ങള്, അംഗീകാരത്തിന്റെയും പോപ്പുലാരിറ്റിയുടെയും ആയിട്ടുള്ള പ്രലോഭനങ്ങള് ആയിരിക്കുന്ന സ്ഥിതിയിലെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവയെ അതിജീവിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിന്റെ രൂക്ഷത, ഇതിന്റെ വശ്യത, ഇതിന്റെ പ്രലോഭനത്തിൻ്റെതായിട്ടുള്ള ആഴങ്ങള് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ 3 പ്രലോഭനങ്ങളും തന്നെ പരിശുദ്ധമായിട്ടുള്ള ഒരു പരിവേഷത്തോടു കൂടിയാണ് യേശുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ദൈവവചനങ്ങളുടെ ഉദ്ധരണിയോടുകൂടിയും പുണ്യപ്പെട്ട കാര്യങ്ങളുടെ അകമ്പടിയോടും കൂടെ ആണ് ഈ 3 അവസ്ഥാവിശേഷങ്ങളും യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. യേശു ആകട്ടെ ഈ 3 രംഗങ്ങളെയും 3 അവസ്ഥാവിശേഷങ്ങളെയും അതീവ ശ്രദ്ധയോടും എന്നാൽ ഉത്തമ ബോധ്യത്തോടും അതിലേറെ ആത്മാർത്ഥതയും ആഴവുമുള്ള പിതാവിലുള്ള വിശ്വസ്തതയിലും ഊന്നിക്കൊണ്ട് ഇവയെ 3നെയും നേരിടുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ യേശു തന്നെ ഒരുക്കി താൻ ഏറ്റെടുക്കാൻ പോകുന്ന ആ ദൗത്യം വിജയപ്രദമായ രീതിയിൽ നിർവഹിക്കാനുള്ള ആ പരിശീലനത്തിന്റെയും ഒരുക്കത്തിന്റെയും സാഹചര്യമാണ് മരുഭൂമിയിലെ യേശു അനുഭവിച്ച പിശാചിന്റെ പരീക്ഷ എന്ന രീതിയിൽ വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്ന സുവിശേഷം നമുക്ക് മനസ്സിലാക്കാവുന്നത്.